അസ്സലാമു അലൈക്കും. എന്റെ പേര് അജയ് എന്നാണ്. സ്വർഗത്തിൽ പോകാൻ ഇസ്ലാം സ്വീകരിക്കേണ്ടത് നിർബന്ധമാണോ? സഹോദരന്റെ ചോദ്യം സ്വർഗത്തിൽ പോകാൻ ഇസ്ലാം സ്വീകരിക്കേണ്ടത് നിർബന്ധമാണോ എന്നാണ്. പരീക്ഷയ്ക്ക് പാസ്സാകാൻ നല്ല മാർക്ക് വാങ്ങണമോ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണിത്. നിങ്ങൾക്ക് പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ കുറഞ്ഞത് ജയിക്കാനുള്ള മാർക്കെങ്കിലും നേടിയിരിക്കണം. സ്വർഗത്തിൽ പോകുന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനുള്ള നിബന്ധന ഖുർആനിലെ 103-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. കാലം തന്നെയാണ് സത്യം. തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകും. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. അപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകണമെങ്കിൽ കുറഞ്ഞത് 4 നിബന്ധനകളെങ്കിലും പാലിച്ചിരിക്കണം. ഒന്നാമത്തേത് വിശ്വാസം ഉണ്ടാകണമെന്നതാണ്. അതായത് ഈമാൻ ഉണ്ടാകണം എന്നത്. ഏകനായ ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവത്തിൽ പങ്കു ചേർക്കരുത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശ്വാസത്തിൽ ഉൾപ്പെടും. രണ്ടാമത്തേത് സൽക്കർമ്മങ്ങൾ ചെയ്തിരിക്കണം എന്നതാണ്. വിശ്വാസത്തിനു പുറമെ സൽക്കർമ്മങ്ങളും പ്രവർത്തിച്ചിരിക്കണം. മൂന്നാമത്തേത് സത്യം കൈക്കൊള്ളാൻ ജനങ്ങളോട് ഉപദേശിക്കണം. നാലാമത്തേത് ജനങ്ങളോട് കഠിനാധ്വാനം കൈക്കൊള്ളാനും ക്ഷമ കൈക്കൊള്ളാനും ഉപദേശിക്കണമെന്നതാണ്. അപ്പോൾ ഏതെങ്കിലും മനുഷ്യന് സ്വർഗത്തിൽ പോകണമെങ്കിൽ കുറഞ്ഞത് 4 നിബന്ധനകളെങ്കിലും പാലിച്ചിരിക്കണം. കൂടാതെ അല്ലാഹു ഉദ്ദേശിച്ചാൽ ഏത് പാപവും പുറത്തു തരും. പക്ഷെ അല്ലാഹുവിൽ പങ്കുചേർക്കുകയെന്ന പാപത്തെ അല്ലാഹു ഒരിക്കലും പൊറുക്കില്ല. അല്ലാഹു ഖുർആനിലെ അധ്യായം 4 48-ലും അധ്യായം 4 116-ലും പറയുന്നു. തന്നോട് പങ്കുചേർക്കപ്പെടുന്നത് അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അതൊഴിച്ചുള്ളതെല്ലാം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ്. ആർ അല്ലാഹുവോട് പങ്കുചേർത്തുവോ അവൻ തീർച്ചയായും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ചമച്ചുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഷിർക്ക്, അതായത് അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്നത് ഒരു വലിയ പാപമാണ്. അല്ലാഹുവിൽ പങ്കുചേർത്താൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യത ഒട്ടും തന്നെയില്ല. മറ്റു പാപങ്ങൾ അല്ലാഹു ഉദ്ദേശിച്ചാൽ പുറത്തു തരും. പക്ഷെ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ കുറഞ്ഞത് 4 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. വിശ്വസിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം, സത്യം കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്യണം. സഹോദര, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഞാൻ മനസ്സിരുത്തി തന്നെ പറയുകയാണ്, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണമെന്നുണ്ട്. അപ്പോൾ സഹോദരന് സ്വർഗത്തിൽ പോകണമെന്നുണ്ട്. മാഷാ അല്ലാഹ്. അദ്ദേഹത്തിന് സാക്ഷ്യവചനം പറയണമെന്നുമുണ്ട്. ആരെങ്കിലും നിങ്ങളെ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിക്കുന്നുണ്ടോ? ആരും എന്നെ നിർബന്ധിക്കുന്നില്ല. ശരി. ആരെങ്കിലും സാമ്പത്തികമായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ? ആരും എന്നെ സാമ്പത്തികമായി സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല. ആരെങ്കിലും നിങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ? നിങ്ങൾ സ്വന്തം ആഗ്രഹത്താൽ തന്നെയാണോ ഇസ്ലാം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്? ആരും എന്നെ നിർബന്ധിക്കുന്നില്ല. ഇസ്ലാം ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്നത് തന്നെയാണ്. സഹോദരൻ പറയുന്നത് ഇസ്ലാമിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്നും ഇസ്ലാമിൽ ഒരു ദൈവം മാത്രമേ ഉള്ളൂവെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കണമെന്നുമാണ്. വിഗ്രഹാരാധന നിഷിദ്ധമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതെ, തീർച്ചയായും നിഷിദ്ധമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അന്തിമ പ്രവാചകനാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതെ, അംഗീകരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് സാക്ഷ്യവചനം പറഞ്ഞുതരാം. നിങ്ങൾ എന്നെ പിന്തുടർന്ന് പറയണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാനായി ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. താങ്ക് യു. അഷ്ഹദു അഷ്ഹദു അല്ലാഹ് അല്ലാഹ് ഇലാഹ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് വഅഷ്ഹദു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുവല്ലാതെ മറ്റൊരാരാധ്യനില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയും ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മാഷാ അല്ലാഹ്, നിങ്ങൾ മുസ്ലിം ആയിരിക്കുന്നു സഹോദര. സാർ, എനിക്ക് നല്ലൊരു പേര് നിർദ്ദേശിച്ചു തരാമോ? എല്ലാവരും എന്റെ പേര് ചോദിക്കുന്നു. വീട്ടിൽ പേര് ചോദിക്കുമ്പോൾ എന്തു പറയണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേരെന്താണ്? അജയ് കുമാർ. സഹോദരന്റെ പേര് അജയ് കുമാർ എന്നാണ്. അതുകൊണ്ട് ഞാൻ എ എന്ന അക്ഷരം കൊണ്ടുള്ള ഒരു പേര് പറയാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് നിങ്ങളെ ഇനി മുതൽ അബ്ദുള്ള എന്ന് പറയാവുന്നതാണ്. അബ്ദുള്ള എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ അടിമയെന്നാണ്. അള്ളാഹുവിന് ആരാധന ചെയ്യുന്നവൻ എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് അബ്ദുള്ള, ഞാൻ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു.
ആമീൻ. നന്ദി. ആമീൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിനു വേണ്ടിയിട്ടും സ്വർഗം ലഭിക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കാം.